മറ്റു വാർത്തകളിലേക്ക്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഡ്രൈവർ യദു അശ്ലീലാംഗ്യം കാണിച്ചെന്നാണ് മേയർ നൽകിയ പരാതി. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, എപ്പോഴാണ് മേയറുടെ മൊഴി രേഖപ്പെടുത്തുന്നത്? കേസിന്റെ തുടർ നടപടികൾ എന്തൊക്കെ? മേയർ KSRTC ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് ഇന്ന് മേയർ മൊഴി നൽകും. ഈ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്ന പരാതിയിലാണ് മേയർ ഇന്ന് പോലീസിൽ ഇന്ന് മൊഴി നൽകുന്നത്. രഹസ്യമൊഴിയായിട്ടാണ് പോലീസിൽ നൽകുന്നത്. ഇന്ന് ഉച്ചയോടെയാണ്, ഏകദേശം 12 മണിയോടെ ആയിരിക്കും മൊഴി നൽകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ മേയറുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം യദു അശ്ലീല ആംഗ്യം കാണിച്ച എന്ന ആരോപണത്തെ തുടർന്നുള്ള കാര്യങ്ങൾക്ക് ഇതുവരെയും തെളിവ് ലഭിച്ചിട്ടില്ല. ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. എന്നാൽ ബസ്സിനുള്ളിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ചോദ്യം ചെയ്യലും ഇപ്പോഴും തുടരുകയാണ്. എന്നിട്ടും ഇതുവരെയും ഈ ഒരു കേസിൽ തുമ്പ് ലഭിച്ചിട്ടില്ല. യദുവിനെതിരെ നടപടി എടുക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ തെളിവ് വേണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ നിന്നായിരിക്കും, ഈ മേയറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും യദുവിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിയമോപദേശം തേടുകയാണ് പോലീസ്. ഏത് തരത്തിലായിരിക്കും യദുവിനെതിരെ നടപടി എടുക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതേ സമയത്താണ് ഇപ്പോൾ മേയർ ഇത്തരത്തിൽ ഒരു നേരത്തെ ഉന്നയിച്ച ആരോപണത്തിൽ മൊഴി നൽകുന്നത്. ഏതായാലും മേയറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള കേസിന്റെ നീക്കുപോക്ക് നടക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയോടെ തന്നെ മൊഴി നൽകുമെന്നുള്ള പ്രതീക്ഷയാണ്. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാവുക. മേയർ അത് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. യദുവിനെ ഇനിയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസും ഇപ്പോൾ പരിഗണിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ട് ഈ ബസ്സിന്റെ കസ്റ്റോഡിയനായ കണ്ടക്ടറെയും പലതവണ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ലബീഷ്. ശരി വിഷ്ണു.